ഹലോ ഗൈസ്, ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പൊട്ടാറ്റോ ചിപ്സ്. അത് നമ്മൾ ആദ്യം പൊട്ടാറ്റോയുടെ തൊലി കളഞ്ഞ് മിനുക്കി സുന്ദരനാക്കാം. പൊട്ടാറ്റോയുടെ തൊലി കളയും. നമ്മൾ 5 പൊട്ടാറ്റോ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആ പൊട്ടാറ്റോ തൊലിയൊക്കെ ചെത്തി മിനുക്കി സുന്ദരനാക്കി കഴുകി നമുക്ക് അരിയണം. അപ്പൊ നമുക്ക് എല്ലാത്തിനും തൊലി ചെത്തി കഴുകി എടുത്തോണ്ട് വന്നാലോ? ഓക്കെ ഓക്കെ. ഞാൻ പെട്ടെന്ന് ചെത്താട്ടോ. ഗൈസ്, ഇയാൾ ഇപ്പഴാട്ടോ എന്റെ പൊട്ടാറ്റോ വാങ്ങിച്ചേ. ബാക്കിയൊക്കെ ഞാൻ തന്നെയായിരുന്നു അരിഞ്ഞേ. പിള്ളേരെ ചെറുതായിട്ട് വീട്ടിലെ പണിയൊക്കെ ചെയ്ത് പഠിക്കണമെന്നാണ് പറയുന്നത്. അവളുടെ തൊലിയൊക്കെ ചെത്താൻ നിന്നെ ഞാൻ പഠിപ്പിക്കുമല്ലേ. അതിന് നോവല്ലല്ലോ, പൊട്ടാറ്റോക്ക് നോവല്ലല്ലോ. അയ്യോ, പൊട്ടാറ്റോ ഭയങ്കര വേദന സഹിച്ച് ഇഞ്ചക്ഷൻ കുത്തുന്നവർ ഇങ്ങനെ കടിച്ച് പിടിച്ചിരിക്കുവായിരിക്കും. അപ്പൊ ഇത് ലാസ്റ്റത്തെയാണ്. നമ്മള് ബാക്കി 5 തൊലിയൊക്കെ ചെത്തി വെച്ചിരിക്കുക മരിയ മോള്. അപ്പം നമുക്കിത് കഴുകിയെടുത്ത് എല്ലാ പണിയും ഞാൻ തന്നെയാ ചെയ്തേ. ഇയാള് ഇപ്പം എന്റെ കയ്യിൽ പൊട്ടാറ്റോ അരിഞ്ഞ് തുടങ്ങിയതേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇതെല്ലാം കഴുകി റെഡിയാക്കി സെറ്റാക്കി കൊണ്ടുവരാം. ഓക്കെ. അപ്പം ഞാനൊരു 5 മിനിറ്റിനുള്ളിൽ വീണ്ടും വരും. ഗൈസ്, നമ്മള് ഇത് അരിയുവാണ്. ഇത് നമ്മള് ഇത്രയും ബാക്കിയെല്ലാം അരിഞ്ഞ് റെഡിയാക്കി ഞാൻ മരിയ മോളും കൂടി എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുവാണ്. അവസാനം 2-3 കഷ്ണം കൂടെ ഉള്ളൂ. അത് ബാക്കിയെല്ലാം നമ്മൾ അരിഞ്ഞ് റെഡിയാക്കി. 3 കഷ്ണത്തിനേ തികയുള്ളൂ. ബാക്കി നമ്മൾ ഇതിന്റെ ബാക്കി ഹാഫിന് നമ്മളെടുത്ത് അരിഞ്ഞു വെച്ചിട്ട് ഓക്കെ. പറഞ്ഞ പോലെ തന്നെ 3 പീസിലുള്ളതേ ഉള്ളൂ. നമുക്ക് അതുപോലെ ഇട്ടോളൂ. നമ്മള് വേഗം ഇട്ടോളൂ. എന്താണേലും നമ്മളെ പൊട്ടാറ്റോ ചിപ്സ് ഉണ്ടാക്കും. അത് ഒരു വാശിയായിട്ട് നമ്മൾ എടുത്ത് ഈ മഴക്കാലത്തെ വീട്ടിലിരിക്കുമ്പോ നല്ല രസം. എങ്ങനെയൊക്കെ അടിപൊളി. എന്നാ കൊച്ചിട്ടോ അത് ശകലം ഇട്ടാ മതി. ബാക്കി പിന്നെ നമുക്കൊന്ന് നമ്മളിപ്പോ മുളക് പൊടി ഇട്ടു. അടുത്ത് ഉപ്പിടാനാണ് പോണത്. ഉപ്പ് ഇത്രയും പോരെ? മതി. അടുത്തത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഒരു ശകലം ഉപ്പ് കൂടി ഇട്ടു. അത്രയില്ലേ, തുള്ളി മതി. അത്ര വേണ്ട, അത് കൂടി പോവും. ഓക്കെ. അല്ല, മുളക് പൊടി നമുക്ക് ഇനി വറക്കുന്നതിന് തൊട്ട് മുമ്പ് ഇടണമല്ലോ. ഇത് നമ്മളൊരു ശകലം ഗൈസ്, നമ്മുടെ സ്പൂണിന് നല്ല അളവുള്ള സ്പൂണാണ്. ഇനി നമുക്ക് മിക്സ് ചെയ്തിട്ട് നമുക്ക് അവിടെ ഗ്യാസിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അത് വെള്ളത്തിലോട്ടിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ബോയിൽ ചെയ്യണം. അത് കഴിഞ്ഞ് നമുക്കതെടുത്ത് തണുക്കാൻ വെക്കണം. നമുക്ക് ആദ്യം ഇത് മിക്സ് ചെയ്യാം. ഓക്കെ. നമുക്ക് അപ്പുറം കൊണ്ട് ഇത് അത് നിവർത്തി വെച്ചാൽ നമുക്കൊരു കുറ്റിക്കാട് ഉണ്ടാക്കാം. ഗൈസ്, ഞങ്ങളുടെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം. നമുക്ക് ഇനി അത് വെള്ളത്തിൽ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുക. 2-3 മിനിറ്റ് വെള്ളത്തിൽ ബോയിലാക്കിയാൽ മതി. പെട്ടെന്നാവും. ഇപ്പോൾ അതെടുത്ത് തണുക്കാൻ വെക്കണം. ഊറ്റാൻ പോകണം. തണുക്കാനുള്ള സമയം. ഹലോ ഗൈസ്, ഇത് വെന്തിട്ടുണ്ട്. സാധനം വെന്ത് 2 മിനിറ്റേ ആകിയിട്ടുള്ളൂ. നമ്മളിതിപ്പോൾ ഇത് ഇടും. ഇങ്ങനെ പരുവത്തിലായി. നമ്മളത് ഊറ്റിയെടുക്കാൻ പോവാണ്. നമ്മൾ ഉരുളക്കിഴങ്ങ് ഊറ്റി വെള്ളമെല്ലാം പോയി തണുത്ത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഉപ്പിടണം. ശകലം മുളക് പൊടി, മതി. ഇച്ചിരി കൂടെ മുളക് പൊടി ഇടാം അല്ലേ? എല്ലാവർക്കും ഇച്ചിരി ഇരിക്കട്ടെ, തണുപ്പൊക്കെ അല്ലേ.
തണുപ്പിനകത്ത് എരിച്ചെരിച്ചെരിച്ച് വെള്ളം കുടിച്ച് മതി. ഈ ഉപ്പിട്ടല്ലോ? ഉപ്പിട്ടു. ഓക്കെ. ഇതിനി ഇളക്കുക. ഇത്രേ ഉള്ളൂ ഗൈസ്. നമ്മളിതിനെ കൊണ്ട് ഫ്രൈ ചെയ്യും. പോരെ, നമുക്ക് പോട്ടെ. ഓക്കെ ഓക്കെ, നമുക്കിത് ഫ്രൈ ആക്കിക്കൊണ്ട് വന്നാലോ? അപ്പം വീണ്ടും ഫോളോ. അപ്പം നമ്മൾ എണ്ണ തിളച്ചിരിക്കുകയാണ് മരിയപോലെ. എണ്ണ തിളച്ചു. നമുക്ക് കുറച്ചായിട്ട് ഇതിനകത്തോട്ട് എടുത്തിടാം. ഇട് പതിയെ സൗണ്ട് ഒക്കെ കേൾക്കുന്നു. നമ്മുടെ എണ്ണയൊക്കെ തിളച്ചിരുന്നു. ഇതുണ്ടോ കുമ്പള നിരത്തിയിടും. എല്ലായിടത്തേക്കും നിരത്തിയിട്ടും 2 പ്രാവശ്യമായിട്ട് ഇട്ട് വറുത്ത് പോരാവേ. ഒത്തിരി അല്ലെ മൊത്തത്തോടെ ഇടാൻ പാടല്ലേ. അപ്പം നമുക്ക് ഇങ്ങനെ 2 പ്രാവശ്യമായിട്ട് ഇട്ട് വറുത്ത് പോരാം. അടിപൊളിയാണ് ഗൈസ്. നാളത്തെ കൊച്ചിന് സ്നാക്സ് ആണിത്. കൂട്ടുകാർക്കൊക്കെ കൊടുത്തിട്ട് പറയണം ഞങ്ങൾ ഉണ്ടാക്കിയതാണ്, എങ്ങനെയുണ്ട്, ടെസ്റ്റ് ചെയ്ത് നോക്കൂ എന്നവരോട് പറയണം. അപ്പൊ നല്ലതാണെങ്കിൽ അവരും കൂടെ പറയുവാണ്. നമുക്ക് ഒരു കാര്യം നിങ്ങൾ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം എല്ലാരും ലൈക്കും ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊന്ന് വറുത്ത് എടുക്കാം. അതുവരെ ഒരു 2 മിനിറ്റ്. ഗൈസ്, നമ്മുടെ പൊട്ടറ്റോ ചിപ്സ് ഇവിടെ വറുത്ത് നമ്മൾ കുടിച്ച് ഒരു വിധമാക്കി. പൊട്ടറ്റോ ചിപ്സിൽ വേദനിക്കില്ലെന്നും പറഞ്ഞ് ചെത്തിയിട്ട് കിളിക്കില്ലെന്ന് അച്ഛ കേൾക്കുന്ന കേട്ടോ. അടിപൊളി. നാളത്തെ എനിക്ക് സ്നാക്സ് ആയി. ശരിക്കും സ്നാക്സിനായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. കിളിക്കില്ലെന്ന് ഒച്ച കേൾക്കാൻ തുടങ്ങി. ഇത് ഈ പാത്രത്തിലേക്ക് വീഴുമ്പോൾ നല്ല സൗണ്ടായിരിക്കും. സൗണ്ടാണ്. നമ്മളിത് മൊത്തം വറുത്ത് കോരിയിരിക്കുവാണ്. നമ്മൾ എടുത്ത സാധാരണ സ്റ്റീല് വീഴുമ്പോ തന്നെയല്ലേ ഈ സൗണ്ട് കേൾക്കുള്ളൂ. ഇത് സ്റ്റീലില് നല്ല സൗണ്ടായി. അവിടെ നിന്ന് ഒരെണ്ണം തെറിച്ച് ഉരുളക്കിഴങ്ങ് നിച്ചൊരു തെറിക്കലും കൂടുന്നുണ്ട്. ഇവിടെ ഒന്ന് കിടന്നിട്ടുണ്ട്. നമ്മള് വറുത്ത് കോരുന്നു. ആയിക്കോട്ടെ വെള്ളം വരുന്നത്. അപ്പൊ നമുക്ക് സോസ് റെഡിയാണോ? സോസ് ഒഴിക്കണ്ടേ? ഇനി സോസ് റെഡിയാക്കി വെച്ചിരിക്കണോ? എടുത്ത് റെഡിയാക്കും, നമുക്ക് കഴിക്കാം. മഴയാണ്. അപ്പൊ നമ്മള് ഇതെല്ലാം റെഡിയായി. സ്നാക്സ് എല്ലാം നമുക്ക് ശകലം സോസും കൂടി ഒഴിച്ച് നമുക്ക് പൊട്ടറ്റോ ചിപ്സ് കഴിച്ചാലോ? ഓക്കെ. കൊച്ചൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കേ, നല്ലതാണോ, അടിപൊളിയാണോ, ടേസ്റ്റ് ഉണ്ടോ? കൊച്ചൊന്ന് തിന്ന് നോക്കിക്കേ, നല്ലതാണോ, അടിപൊളിയാണോ? കിളിക്കിളിന്ന് ഒച്ച കേൾക്കുന്നുണ്ടല്ലോ കടിക്കുമ്പോ. അടിപൊളി. നമുക്ക് അമ്മയ്ക്കൂടെ കൊടുക്കാം. പിടിച്ചു. അമ്മ എന്നാ അഭിപ്രായം കേക്കാം നമുക്ക്. നല്ലതാണോ? അടിപൊളി. അപ്പം ഞങ്ങൾ പെട്ടെന്ന് 10-20 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു പൊട്ടറ്റോ ചിപ്സ് ആണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ആരും പുറത്തു വേണ്ട, മഴയൊന്നും അറിയണ്ട, പനിയും പിടിപ്പിക്കണ്ട, വീട്ടിൽ തന്നെ ഉണ്ടാകും. അപ്പം കാര്യം തന്നെ ആവർത്തിക്കുന്നു. ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബും എല്ലാവരും ലൈക്ക് ചെയ്യണം.